നമസ്കാരം. ബ്ലിസ്ഫുൾ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് പോയിന്റിലോട്ട് ഇറങ്ങാം. ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബെഡ് വാങ്ങാൻ കാശില്ല, ഇവിടെ എത്തി, നമുക്ക് കാശേ ഇല്ല, കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ റീൽസ് കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി ആൾക്കാർ ചെയ്യുന്നതാണ് എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ അതിൽ ഒരു പണം ഇല്ലാത്തതിൻ്റെ ഒന്നുമല്ല. കാരണം GIC അപ്പോൾ കാണാൻ വേണ്ടി വെച്ചിരിക്കുകയാണോ? നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു GIC എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. അതുമാത്രമല്ല, ആ ഒരു എമൗണ്ട് വെച്ച് നമുക്ക് സുഖമായിട്ട് ഒരു മാസം ഒരു 6-7 മാസമൊക്കെ സുഖമായിട്ട് ജോലി ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ജീവിച്ച് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതല്ല അതിന് പിന്നിലെ കാര്യം. ഇങ്ങനത്തെ കുറേ റീലൊക്കെ ഇടുമ്പോഴേക്കും കുറേ പേരത് കാണും. കുറേ പേര് അയ്യോ പാവം കേട്ടോ, കഷ്ടം കേട്ടോ. പക്ഷേ എന്നാലും എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, കുറേ പേര് അതിൽ താഴെ വന്ന് കമൻ്റ് ഇടാറുണ്ട്. ഒരു ബെഡ് പോലും വാങ്ങാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ എത്തി, അല്ലെങ്കിൽ എന്തിനവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഇതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഇവരിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്നിട്ട് കിടക്കാൻ പായ പോലും വാങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാനാണ്, അല്ലേ? ഇനി അടുത്തതായിട്ട് വരുന്നത്, ഇവിടെ ജോബ് കിട്ടുന്നേ ഇല്ല, ഭയങ്കര കഷ്ടമാണ്, നിങ്ങളൊന്നും വന്നിട്ട് കാര്യമില്ല, കഞ്ഞി ഓടിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ ഒരു ഉണക്കലരി കഴിക്കാം, അത് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയുന്ന ടീംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ എനിക്കുള്ള ഒരു സ്കില്ലായിരിക്കില്ല നിങ്ങൾക്കുള്ളതായിരിക്കില്ല ബാക്കി വേറെ ഉള്ള ഒരാൾക്കുള്ളത്. അപ്പോൾ ഒരാളൊരു എക്സ്പീരിയൻസ് പറയുന്നു, അയാൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറയുന്നത് വെച്ചിട്ട് നിങ്ങൾക്കും കിട്ടില്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് കണക്കാണ്? ഇപ്പോൾ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ജോലിയില്ലാത്ത എത്രയോ പേരുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ലക്ഷങ്ങൾ വാങ്ങുന്ന ആളുകളും ഒരു സൈഡിലുണ്ട്, അല്ലെങ്കിൽ 10,000 വാങ്ങുന്നവരും ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഓരോ ആളുകളും വേറെയാണ്. നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ എഫിഷ്യൻസി, കാര്യങ്ങളെല്ലാം വേറെ വേറെയാണ്. അതുകൊണ്ട് ഒരാൾക്കതില്ല, ഒരാൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് കിട്ടുന്നില്ല, അപ്പോൾ എനിക്കും കിട്ടില്ല, അതിലൊരു കാര്യമില്ല. പിന്നെ അതുമാത്രമല്ല, എനിക്കറിയാവുന്ന തന്നെ ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ വിഷയം തന്നെ എടുക്കാമല്ലോ. ഇപ്പോൾ ഞാൻ പഠിച്ചിറങ്ങി, എനിക്ക് എൻ്റെ ഫീൽഡിലായിട്ട് ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് അത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പിന്നിലായിരിക്കും ഞാൻ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു പുള്ളിക്കാരി ഇപ്പോൾ പ്രൊഫസറാണ്, അതും സസ്കാറ്റൂണിലെ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. അപ്പോൾ അവരവിടെ എത്തിയെന്നുണ്ടെങ്കിൽ അവരിട്ട എഫേർട്സ് ഇത്രത്തോളം ഉണ്ട്, ഞാനിട്ട എഫേർട്സ് ഇത്രയേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അവരവിടെ എത്തിയെന്നുണ്ടെങ്കിൽ അവരത്രയും അധ്വാനിച്ചു, അതുപോലെ തന്നെ അവരത്രയും അതിന് പിന്നിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ എത്തി. എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല, അയ്യോ അപ്പോൾ നിങ്ങൾ വരല്ലേ, കാരണം എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല, എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല, അതുകൊണ്ട് നിങ്ങൾ വരല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടത്തരമായി പോകും. പിന്നെ എനിക്കറിയാവുന്ന പലരും ഈ സ്പൗസിൽ വന്നിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ജോലി, നല്ലൊരു വരുമാനമുള്ള ജോലിയൊക്കെ കിട്ടിയവർ ഇഷ്ടം പോലെ ഉണ്ട്. അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത്, എവിടെ കനേഡിയൻ എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ നല്ലൊരു ജോലി കിട്ടിയ ആളുകളുണ്ട് സ്പൗസിലൊക്കെ വന്നിട്ട്. അപ്പോൾ പീപ്പിൾ ആർ ഡിഫറെൻറ്റ്, നമ്മളത് മനസ്സിലാക്കുക. അല്ലാതെ ഒരു വിഭാഗം ആളുകൾക്ക് കിട്ടുന്നില്ല എന്നാൽ എല്ലാവരും അങ്ങനെ, ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഇവിടെ കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഇവിടെ കഞ്ഞി കുടിക്കാൻ പറ്റില്ല. അതല്ല, റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്, റീൽ ഈസ് ഡിഫറെൻറ്റ്, അതൊന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു $16 മണിക്കൂറിന്, അല്ലെങ്കിൽ $18 മണിക്കൂറിനൊക്കെ ഉള്ള ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ കാശ് കാണില്ല, എന്നും ഈ ഒരു കുറ്റവും കുറവും മാത്രം, അല്ലെങ്കിൽ എന്നും പട്ടിണി മാത്രമായിരിക്കും എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഇനി ഞാനൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. എങ്ങനെ നമ്മൾ പൈസ ചിലവാക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു സിറ്റുവേഷൻ. നമ്മൾ ചിലപ്പോൾ സാധാരണ ജോലി വെച്ചിട്ട് നമ്മളൊരു വലിയ വണ്ടിയും, നമ്മളെക്കൊണ്ട് പറ്റാത്തൊരു വലിയ വണ്ടിയും, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പാവപ്പെട്ടവനായിട്ട് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ കാണില്ല. കാരണം നമുക്ക് കിട്ടുന്ന പൈസ ഫുള്ള് ഇതിനായിട്ട് ചിലവായി പോകുന്നു. ഇനി ഒരു കാര്യം പറയാം, വണ്ടി, ഒരു സാധാരണ ഒരു ഹോണ്ട സിവിക്ക് പോലത്തെ ഒരു വണ്ടി, ഒരു എക്കണോമിക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വണ്ടിയുള്ള ആളിൻ്റെ കയ്യിൽ $25,000-$30,000 ബാങ്ക് ബാലൻസ് ഉള്ള ആളുകളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ബാങ്ക് ബാലൻസ് ഉള്ള ആളുകൾ. $50,000 വരെ ബാങ്ക് ബാലൻസ് ഉള്ളവരുണ്ട്. അവർ ഇത്രയും ഉണ്ട്, സാധാരണ ജോലിയാണ്, പക്ഷേ അവരത്രയും കഷ്ടപ്പെടുന്നു. ഉറങ്ങുന്നത് ചിലപ്പോൾ 4-5 മണിക്കൂറായിരിക്കും, ബാക്കിയുള്ള ടൈം ഫുള്ള് ഓടി നടന്ന് പണിയെടുത്തിട്ട് അധികം അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ചിലവാക്കി പൈസ സേവ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മൾ മറന്നു പോകുന്നു.
മറ്റൊരു വിഭാഗത്തിൽ എന്താ ഈ ഒരു വണ്ടിയുടെ ബില്ലടയ്ക്കാനോ അല്ലെങ്കിൽ മറ്റേ കാറിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ ഇതടയ്ക്കാനും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് അത് ഫുള്ള് പോകുന്ന ആളുകളും മറ്റൊരു സൈഡിലുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് സൈഡിൽ നിൽക്കണം അല്ലെങ്കിൽ എങ്ങനെ പൈസ ചിലവാക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലുള്ളൊരു ആ ഒരു പൈസ നിൽക്കുന്ന ഒരു ഇത്. അല്ലാതെ സാധാരണ ജോലിയാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊരിക്കലും പൈസ സമ്പാദിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. എങ്ങനെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അത് വരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് പേര് പറയും, എന്നാൽ നിനക്കെന്താ ഈ വലിയ വണ്ടി എടുത്തൂടെ, നിനക്കൊക്കെ അതെടുത്തൂടെ, നീ ഇതായില്ലേ മറ്റേ മസ്റ്റാങ് എടുത്തൂടെ അല്ലെങ്കിൽ മറ്റേ BMW എടുത്തൂടെ. ഇനി എന്നാൽ ഞാനങ്ങ് പറയാം, എനിക്ക് കഴിവില്ല, അതെടുക്കാനായിട്ടുള്ളൊരു കഴിവില്ല. ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമാവല്ലോ. അങ്ങനെ ആരും വന്ന് പറയാറില്ലല്ലോ. കാരണം എന്താ, ഞാനത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഒരു സമാധാനത്തോടെയാണ് ഞാൻ പോകുന്നത്. എനിക്ക് കടങ്ങൾ വരുത്തി വയ്ക്കാനോ അല്ലെങ്കിൽ ആക്കാനോ എന്നിട്ട് പിന്നീട് വന്നിട്ട് കാനഡ കൊള്ളില്ല എന്ന് പറയാനോ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഡിസിഷനൊന്നും എടുക്കാത്തത്. അപ്പോൾ കഴിവില്ല എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യുക? അതിനെയും കുറ്റപ്പെടുത്തുമായിരിക്കും. ഓക്കെ, ഇവനുണ്ട് പക്ഷേ ഇവൻ ചെയ്യുന്നില്ല എന്നുള്ളൊക്കെ രീതിയിൽ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, ആളുകൾ പല രീതിയിലാണ്. നമ്മളതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ സ്പെൻഡൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കാശ് നിങ്ങളുടെ കയ്യിലിരിക്കും. ഇനി അടുത്തൊരു കാര്യം, ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെയുള്ള ഒരു 70% ആളുകളും പഠിക്കാൻ വരുന്നവരായിക്കോട്ടെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. എനിക്ക് ആളുകളിൽ നിന്ന് മനസ്സിലായതും ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരു 70% ആളുകളും ഓൾറെഡി റിച്ചാണ്. ഫാമിലി നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും സഹായം അവർക്ക് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഇതേ ആളുകൾ തന്നെ ഇതിൽ വന്നിട്ട് പറയും, കഞ്ഞി കുടിക്കാൻ വയ്യ, ബെഡ് ഇടാൻ വയ്യ, ഉറങ്ങാൻ പറ്റുന്നില്ല, പൈസയില്ല, പണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻസും പറയും. എന്നാൽ ഇവർക്കൊക്കെ ഓൾറെഡി പൈസ ഉണ്ടെന്നാലും. ഇനി അടുത്തൊരു കാര്യം പറയാം. അതായത് ഈ പാവപ്പെട്ട അല്ലെങ്കിൽ പൈസ അധികം ഇല്ലാത്തവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്, ഞാൻ പറഞ്ഞില്ല അങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, കാര്യങ്ങൾ നോക്കുന്നു, അങ്ങനെ പോകുന്നവർ ഇതിലൊന്നും കാണത്തുമില്ല. അവരവരുടെ കാര്യം നോക്കി പൈസ ഉണ്ടാക്കി അവർ സുഖമായിട്ട് ഒരു സൈഡിലൂടെ അങ്ങ് പോകുന്നുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സൈഡിൽ പൈസ ഉണ്ടാക്കി അവർ പൈസ ഇല്ലയെന്ന് പറയുന്ന ടീംസും ഉണ്ട്, മറ്റേ സൈഡിൽ അവർ പണിയെടുത്ത് കാശുണ്ടാക്കി അവരുടെ കാര്യം നോക്കി സുഖമായിട്ട് കുറ്റവും കുറച്ചിലും ഒന്നും പറയാതെ സുഖമായിട്ട് പോകുന്ന ടീംസും ഉണ്ട്. ഇനി ഒരു ഫൈനൽ വേർഡിക്റ്റ്, ഇങ്ങോട്ട് വരണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇത്രയും കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പിടുത്തം മനസ്സിലായിട്ടുണ്ടാവും. ഏത് സൈഡിൽ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. വേണമെങ്കിൽ കുറേ കടങ്ങൾ വാരി വെച്ചിട്ട് പൈസ ഇല്ലാത്തൊരു രീതിയിലോട്ട് നിങ്ങൾക്ക് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ലൈഫിൽ മുന്നോട്ട് പോയി പയ്യെ പൈസ ആവുന്നതിനനുസരിച്ച് ലൈഫ് അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം, കടങ്ങളൊന്നും വരുത്തി വയ്ക്കാതെ. അപ്പോൾ അതാണ്. പിന്നെ കാനഡ ഒരു ഹെവനാണോ എന്ന് ചോദിച്ചാൽ ഹെവനൊന്നുമല്ല, പക്ഷേ വേണമെങ്കിൽ അതൊരു ഹെവനാക്കി മാറ്റിയെടുക്കാം ആളുകൾ എങ്ങനെ ഇവിടെ വന്നിട്ട് ജീവിക്കുന്നു എന്നത് വെച്ചിട്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു, എന്നാലും കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് പറയാനായിട്ട് അറിയില്ല. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ശ്രീരി സൈനിങ് ഓഫ്.